ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ചോദ്യപേപ്പറാണ്. ചോദ്യകോഡ് 53 ഡ്രൈവർ എന്ന തസ്തികയ്ക്ക് വേണ്ടിയിട്ട് നടന്ന ചോദ്യപേപ്പറാണ്. അപ്പോ ഈ ചോദ്യം, ഈ ഒരു എക്സാം നടന്ന ഡേറ്റ് നമ്മുടെ 6/5/2024, അതായത് ഇന്ന് നടന്ന എക്സാം ആണ്. ഓക്കെ, പ്രൊവിഷണൽ ആൻസർ ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. 6/5 ഈ മെയ് 6 നടന്ന എക്സാം ആണ്, ഇന്നത്തെ എക്സാം ആണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റുന്നില്ല താനും. ആരുടെ വാക്കുകളാണ്? സ്കൂൾ ബുക്കിലെ വാക്കാണ്, ഗാന്ധിജിയുടെ വാക്കാണിത്. സ്കൂൾ ബുക്കിൽ ഇത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഉത്തരം ഗാന്ധിജി. എല്ലാരെയും ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ, തൃപ്തിപ്പെടുത്താം. പക്ഷെ ഒരാൾക്ക് അത്യാഗ്രഹം ഉണ്ടെങ്കിൽ പറ്റുമോ? ഇല്ല. ഒരാൾക്ക് സാധാ ഒരു വീട് വേണം ജീവിക്കാൻ, ഓക്കെ. എന്നാൽ വലിയ കൊട്ടാരങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ പാടാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം ഏതാണ്? 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭക്കാര് ഇതിന് അംഗീകാരം നൽകുന്നത്. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്ന്, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന നിലപാട്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളാണ് രചിച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പുസ്തകമാണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. എന്തുകൊണ്ടാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ജാതീയ വ്യവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. ഒരു സവർണൻ വരുമ്പോൾ അവർണര് ദൂരെ മാറി ഒളിച്ചിരിക്കുന്ന അവസ്ഥ, അതൊക്കെ കണ്ടപ്പോഴാണ് ഭ്രാന്താലയം എന്ന് വിളിച്ചത്. ഇനി ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞതും വൈകുണ്ഠ സ്വാമികളാണ്. ഇനി എപ്പോഴും ചോദിക്കുന്നതാണ് സമത്വ സമാജം. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അയ്യാ വഴി. അപ്പൊ ഇദ്ദേഹം എന്ത് ആരംഭിച്ചു? ഇദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തി ദക്ഷിണ കേരളത്തിൽ ആദ്യമായി, അതും വൈകുണ്ഠ സ്വാമികളാണ്. ഇദ്ദേഹത്തിന്റെ മതം അയ്യാ വഴി എന്നുള്ള മതമാണ്, അത് ഓർക്കുക. അപ്പോൾ നമ്മൾ 1ഉം 3ഉം ശരിയായ പ്രസ്താവനയാണെന്ന് മനസ്സിലാക്കി. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം: ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ ഗുരുദേവൻ. ആദ്യം നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. ഇദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഓം എന്നെഴുതിയ പ്രതിഷ്ഠയാണ് അവസാനം ഇദ്ദേഹം നടത്തിയത്. അവസാനം നടത്തിയ പ്രതിഷ്ഠ സ്ഥിരമായി ചോദിക്കുന്നതാണ്. അത് കളവൻകോടാണ്. ഓം എന്നെഴുതിയ പ്രതിഷ്ഠയാണ് ഇദ്ദേഹം നടത്തിയത്, കളവൻകോട്. ഗുരുദേവൻ പോയിട്ടുള്ള ഒരു രാജ്യമാണ് ശ്രീലങ്ക. 2 വട്ടം പോയത് ശ്രീലങ്കയിലാണ്. ഇത് സ്ഥിരം ചോദ്യമാണ്. ശ്രീനാരായണ ഗുരു ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാണ്? ശിവഗിരിയിലാണ്, അല്ലെ? ശിവഗിരിയാണ്. ഇത് നമ്മുടെ ഈ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരുദേവൻ. നവോത്ഥാനത്തിന്റെ പിതാവാണ്. ഇനി നമ്മളുടെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, ഇദ്ദേഹം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? SNDP, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ഗുരുദേവനാണ്. ക്ലിയർ ആണ്. അരുവിപ്പുറം പ്രതിഷ്ഠ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. 1888 1888 ഇദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അടുത്തത്, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കുക. 1ാം ലോക മഹായുദ്ധം യുദ്ധവിരുദ്ധ ജാഥ നടത്തി. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത്. വില്ലുവണ്ടി യാത്ര നടത്തി. നമ്മുടെ ആൻസർ 1ഉം 3ഉമാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടത്. 1ാം ലോക മഹായുദ്ധ സമയത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത്. കുമാര ഗുരുദേവനെ പൊയ്കയിൽ യോഹന്നാൻ എന്ന് വിളിക്കുന്നു. പൊയ്കയിൽ യോഹന്നാൻ എന്ന് വിളിക്കുന്നു. ഇനി കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ടതാണ് അടിലഹള, വാകത്താനത്ത് ബൈബിള് കത്തിച്ചതും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണ്. PRDS പ്രത്യക്ഷരക്ഷ ദൈവസഭ എന്ന പ്രസ്ഥാനം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇരവി പേരൂരിലാണ് ഇദ്ദേഹം ഇത് തുടങ്ങിയത്. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്താണ്. പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. നമ്മുടെ
വിദ്യാഭ്യാസത്തിന് പ്രാതിനിധ്യം നൽകി ഒരുപാട് പേരുണ്ട്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ഇദ്ദേഹം പറഞ്ഞു പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞു ക്ഷേത്ര നിർമ്മാണമല്ല നമുക്കിനി വേണ്ടത്, നമുക്ക് സ്കൂളുകൾ നിർമ്മിക്കണം. നമ്മുടെ അയ്യങ്കാളി അല്ലെ, അയ്യങ്കാളി പഞ്ചമിയെ പഠിപ്പിക്കാത്തതുമായി പ്രതിഷേധിച്ച് ഇദ്ദേഹം എന്ത് ചെയ്തു, പിന്നോക്കർക്ക് വേണ്ടി വിദ്യാലയം ആരംഭിച്ചു. വില്ലുവണ്ടി യാത്ര നടത്തിയതും ആര് തന്നെയാണ്, അയ്യങ്കാളിയാണ്. അപ്പൊ പിന്നോക്ക അവസ്ഥ പരിഹരിക്കാൻ അയ്യങ്കാളി വിശ്വസിച്ചു വിദ്യാഭ്യാസം നല്ല മാർഗമാണെന്ന്. വില്ലുവണ്ടി യാത്ര നടത്തിയതും അയ്യങ്കാളിയാണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങൾ ഏതൊക്കെയാണ്? 3 മിഷനറി സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM, മറ്റേത് LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി. അപ്പോ ഇത് രണ്ടെണ്ണം ഇപ്പൊ ഓപ്ഷനിലുള്ളൂ. നമ്മുടെ ഉത്തരം ഏതാണ്? 1ഉം 3ഉമാണ്. അപ്പൊ ആൻസർ എന്ത് വരുന്നു? 6A വരും. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആണോ? അല്ല. മുസ്ലിം ഐക്യ സംഘം ആണോ? അല്ല. ലണ്ടൻ മിഷൻ സൊസൈറ്റി ഉണ്ട്, ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഉണ്ട്. അടുത്തത് കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച സംസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ പറഞ്ഞില്ലേ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജമാണെന്ന്. ഗുരുദേവനോ? ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം SNDP അല്ലേ? ശരിയാണ്. അയ്യോ സാധുക്കൾ, സാധുജന പരിപാലനം ആരാണ്? അയ്യങ്കാളി. ഇനി വക്കമാണ് കേരള മുസ്ലിം ഐക്യ സംഘം. ഇത്തിരി മുമ്പ് നമ്മൾ മുസ്ലിം ഐക്യ സംഘം കണ്ടില്ലേ? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 D ആണ്, 2 C ആണ്, വൈകുണ്ഠസ്വാമികൾ 3A, 4 B. ശരിയല്ലേ? അടുത്തത് 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യം എന്ത്? ഭഗത് സിംഗിനെ തൂക്കിലേറ്റി, 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചു, ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. 1940 ജൂലൈ 31 കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടത്. ക്വിറ്റ് ഇന്ത്യ 1946 അല്ലെ? അപ്പോ അടുത്തത് താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാണ്? തൊഴിലവസരങ്ങൾ കൂടുതലുള്ളത് പ്രാഥമിക മേഖലയിലാണ്. കൃഷി, ഖനനം, വനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ, മത്സ്യബന്ധനം, ഇതാണ് നമ്മുടെ പ്രാഥമിക മേഖല. കൃഷിക്കൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വേണം, കുഴിച്ചെടുക്കാനും വനപരിപാലനത്തിനും മത്സ്യബന്ധനത്തിനൊക്കെ ഒരുപാട് ആളുകൾ വേണം. പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ലാഭം നൽകുന്നത് തൃതീയ മേഖലയാണ്, സേവന മേഖലയാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത്. ഇന്ത്യ എന്ന് പറയുമ്പോൾ പ്രാഥമിക നമ്മളുടെ ഒരു സംഭവം കൃഷിയാണ്, നമ്മളൊരു കാർഷിക രാഷ്ട്രമാണ്. കെട്ടിട നിർമ്മാണം ഇത് ദ്വിതീയ മേഖലയാണ്. എന്നാൽ ഇൻഷുറൻസ്, അധ്യാപനം, ഹോസ്പിറ്റല്, പിന്നെ ബാങ്കിങ്, സ്കൂൾ, ഇതെല്ലാം എന്താണ്? തൃതീയ മേഖലയാണ്. കച്ചവട സ്ഥാപനങ്ങള്, KSEB യൂണിറ്റുകൾ, ഇതൊക്കെ നമ്മുടെ തൃതീയ മേഖലയാണ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. 11-12 സർവേ പ്രകാരം കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇനി പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക. 1, 2, 3, 4 തന്നിട്ടുണ്ട്. 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ കൃഷിയായിരുന്നു പ്രധാനം. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം തന്നെയായിരുന്നു അതിൻ്റെ ഒരു പ്രാധാന്യം. കൃഷിക്ക് ഊന്നൽ നൽകി. 1 അല്ലെ? ലക്ഷ്യങ്ങൾ ശരിയായ ജോഡി എന്നാണ് പറഞ്ഞത്. കൃഷി ജലസേചനം ഇല്ലല്ലോ. അപ്പൊ ഇത് ജോഡി ഇങ്ങനെ കറക്റ്റ് ആയിട്ട് തന്നേക്കാം. അതിനകത്ത് ശരി ജോഡി അങ്ങ് എഴുതിയാൽ മതി, പൂരിപ്പിക്കാനല്ല, ഫില്ല് ചെയ്യാനല്ല. അപ്പോൾ നമ്മളുടെ ശരിയായ ജോഡികൾ നമുക്ക് നോക്കാം. 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 2 എന്താണ്? 2 വ്യാവസായിക വികസനമാണ്, മഹലനോബിസ് മോഡലാണ് അല്ലെ? ഓക്കെ. 1 അപ്പം കൃഷി ജലസേചനം തന്നിട്ടില്ല, കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് തന്നേക്കുന്നത്. ഓക്കെ, അത് ശരിയാണ്. ഇനി നമുക്ക് വരുന്നത് 3 ആണ്. 3ന്റെ പ്രത്യേകത ഭക്ഷ്യ സ്വയം പര്യാപ്തതയായിരുന്നു. 4 സാശ്രയത്വവുമാണ്. അപ്പൊ ഏത് വരുന്നു? ഓപ്ഷൻ സി വരുന്നു അല്ലെ? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി വന്നു. 1 കൃഷി ജലസേചനമാണ്, കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഓക്കെ. 2 മഹലനോബിസ് മോഡലാണ്, വ്യാവസായിക വികസനം. 1 ഹരോഡ് ഡോമർ മോഡലാണ്. ഓക്കെ. 3 ഭക്ഷ്യ സ്വയം പര്യാപ്തത. 3 ആണ് പരാജയപ്പെട്ട ഏക പദ്ധതി.
അടുത്തത് മാനവികസന സൂചിക ബന്ധപ്പെട്ട് ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. മാനവികസന സൂചിക മെഹബൂബ് ഉൽ ഹക്കും, പാകിസ്ഥാൻകാരനായ മെഹബൂബ് ഉൽ ഹക്കും ഇന്ത്യക്കാരനായ അമർത്യ സെന്നും കൂടിയാണ് ഇത് എന്ത് ചെയ്തത്, തയ്യാറാക്കിയത്. അപ്പൊ മാനവികസന സൂചിക എന്ന് പറയുമ്പോൾ ഇത് തയ്യാറാക്കുന്നത് UNDP ആണ്. ഇതില് ആയുർദൈർഘ്യം നോക്കുന്നുണ്ട്, 1ഉം 3ഉം ബന്ധപ്പെട്ടിരിക്കുന്നു. ആയുർദൈർഘ്യം നോക്കുന്നുണ്ട്, മനുഷ്യന്റെ വിദ്യാഭ്യാസം നോക്കുന്നുണ്ട്, അടിസ്ഥാന ജീവിത രീതി നോക്കുന്നുണ്ട്, ഭക്ഷണ ലഭ്യത നോക്കുന്നുണ്ട്. അപ്പോ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരാണ്? നമ്മുടെ ആൻസർ മിന്നുമണിയാണ്. മിന്നുമണി. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏതാണ്? വടക്കു പടിഞ്ഞാറ് ഇന്ത്യയില് മഹൽ വാരി വ്യവസ്ഥ. മഹൽ ഗ്രാമത്തലവൻ അല്ലെ. അപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ വന്നതോ റേട്ട് വാരി വ്യവസ്ഥയാണ്. വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ മഹൽവാരി വ്യവസ്ഥയാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയും ഈ 3എണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി ബ്രിട്ടീഷ് ഭരണത്തില് കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. കരിമ്പ് കൂടുതലായി കൃഷി ചെയ്തത്, കരിമ്പ് ഏത് ആണ്? ഉത്തർപ്രദേശാണ്. ഇപ്പോഴും 1ാം സ്ഥാനം ഉത്തർപ്രദേശിനാണ്. തേയില കൂടുതലായി കൃഷി ചെയ്തത് ഇന്ന് അസമാണ് തേയില ഉൽപാദനത്തിൽ മുന്നിൽ. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്തിലേക്ക് പോകുമ്പോൾ തേയില ഉൽപാദനത്തിൽ മുന്നിൽ ഏത് തന്നെയാണ്? അസം തന്നെയാണ്. ക്ലിയർ ആണ്? ഇന്നും അസമാണ്, പണ്ടും അസം. ഇനി ചണം, പശ്ചിമ ബംഗാളല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത്? പശ്ചിമ ബംഗാൾ. ഇനി ഗോതമ്പേയുള്ള ഗോതമ്പ് ഉൽപാദനത്തിൽ മുന്നിൽ പഞ്ചാബാണ്, പഞ്ചാബ്. അപ്പൊ ഇതെല്ലാം ശരിയാണ്. അടുത്തത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇലക്ഷൻ കമ്മീഷനാണ്. സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു, പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. അപ്പോ ഇതിനകത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുക ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമായി വരുന്നത്. സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യേണ്ട കാര്യമുണ്ടോ? സുപ്രീം കോടതി ജഡ്ജിമാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കണോ? അംഗീകാരം നൽകാം. രൂപീകരിക്കുന്ന ഇവരാണോ? ഇവരിരുന്ന് രൂപീകരിക്കുവാണോ പുതിയ പുതിയ പാർട്ടികൾ? അല്ല. അംഗീകാരം നൽകുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇവരാണ്. അടുത്ത ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശിപാർശയല്ലേ ശരി? ശിപാർശയാണ് ശരി എന്ന് ഓർക്കുക. ചെയ്ത കമ്മീഷൻ ഏതാണ്? നമ്മുടെ ഉത്തരം ഏത് കമ്മീഷനാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ. HN കുൻസ്രുവും KM പണിക്കറും ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇദ്ദേഹത്തെ സഹായിച്ച മലയാളിയാണ് VP മേനോൻ. 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെയാണ് ഏകീകരിച്ചത്. അതുകൊണ്ട് തന്നെ സർദാർ വല്ലഭായ് പട്ടേലിനെ ഇന്ത്യയുടെ ബിസ്മാർക്ക്, ഉരുക്ക് മനുഷ്യൻ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? പഞ്ചവത്സര പദ്ധതി 2028 സ്റ്റാലിനാണ് ഇത് അവതരിപ്പിച്ചത്. സോവിയറ്റ് യൂണിയനിൽ നിന്നോ? നെഹ്റുവിന്റെ സമയത്താണ് കടം കൊണ്ടുവരുന്നത്. 51, 56 ആയിരുന്നു 1ാം പഞ്ചവത്സര പദ്ധതി. 12 പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യയിൽ ഉണ്ടായത്. അവസാനത്തതിന്റെ ലക്ഷ്യം സുസ്ഥിര വികസനം. ഇന്ന് നിലവിലുള്ളത് നീതി ആയോഗാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം, പാൽ ഉൽപാദനം. ഗ്രീൻ റവല്യൂഷൻ പിതാവാര് MS സ്വാമിനാഥനാണ്. നീലവിപ്ലവം മത്സ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശം അല്ലാത്തത് ഏതാണ്? മൗലിക അവകാശം 6 എണ്ണമാണ്. ആദ്യം 7 എണ്ണം ഉണ്ടായിരുന്നു. സ്വത്തവകാശത്തെ എടുത്ത് കളഞ്ഞു. അപ്പൊ ഇത് മാത്രമാണ് ഉത്തരം. സമത്വം, സ്വാതന്ത്ര്യം, സാംസ്കാരികം, വിദ്യാഭ്യാസം ഇതൊക്കെ എന്താണ്? മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനാപരമായ പ്രതിവിധി ഒക്കെയാണ്. ഇതെല്ലാം എന്താണ്? നമ്മുടെ പിന്നെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇതൊക്കെ മൗലിക അവകാശമാണ്. ആർട്ടിക്കിൾ 12 to 36 മൗലിക അവകാശമാണ്. പാർട്ട് 3 ആണ്. 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം നീക്കം ചെയ്തത്. 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ്?
2002 86. അപ്പൊ 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ നിലവിൽ വരുന്നത്. അന്ന് 10 കർത്തവ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആ സമയത്ത് പ്രസിഡന്റ് നമ്മുടെ ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. അങ്ങനെ ഇന്ന് നിലവിൽ 11 മൗലിക കടമകളുണ്ട്. മൗലിക കടമകൾ കടമെടുത്തതും റഷ്യയിൽ നിന്നാണ്. ഈ 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 2002 മൗലിക കർത്തവ്യം 11 നിലവിൽ വന്നത് ഏതാണ് എന്നാണ് ചോദ്യം. നമ്മുടെ ഉത്തരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. തുല്യജോലി തുല്യവേതനം 39D ആണ്, സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഒന്നും ഇതുമായി ബന്ധപ്പെട്ടതല്ല. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ആൻസർ നമ്മുടെ ഭരണഘടനയുടെ ശില്പി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ. 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. 22 കമ്മിറ്റികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇനി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആരിലാണ്? ഉത്തരം എന്താണ്? പാർലമെന്റ് ആണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. ഭേദഗതി നമ്മൾ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭേദഗതി ചെയ്യാൻ ഇച്ചിരി പാടാണ്, എന്നാൽ നിയമം നിർമ്മിക്കാൻ എളുപ്പമാണ്. നിയമം നിർമ്മിക്കുന്നതും പാർലമെന്റ്, ഭേദഗതി ചെയ്യുന്നതും പാർലമെന്റ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൈയെഴുത്ത് പ്രതികളുണ്ട്. അടുത്തത്, കേരളത്തിലെ ഏത് ജില്ലയിലാണ് സമുദ്രവുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? കേരളത്തിലെ 9 ജില്ലകൾ സമുദ്രമായി അതിർത്തി പങ്കിടുന്നു. 5 ജില്ലകൾക്ക് മാത്രമേ സമുദ്രവുമായി അതിർത്തി ഇല്ലാത്തത്. സമുദ്രമായിട്ട് അതിർത്തി ഇല്ലാത്ത ജില്ല കോട്ടയം, പാലക്കാട്, ഇടുക്കി, വയനാട്, പത്തനംതിട്ട. ഈ 5 ജില്ലകൾക്കാണ് സമുദ്രവുമായിട്ട് അതിർത്തി ഇല്ലാത്തത്. അപ്പൊ ഇതിനകത്ത് ഓപ്ഷനില് പാലക്കാടും വയനാടും ഉണ്ട് സമുദ്രമില്ലാത്തത്, അല്ലെ? കോട്ടയവും ഉണ്ട്. ഓക്കെ, കോട്ടയവും ഉണ്ട്. 3 എണ്ണം ഉണ്ട്. മലപ്പുറം മാത്രമേ ഉള്ളൂ ആകെ സമുദ്രമുള്ള ഒരു ജില്ല തന്നേക്കുന്നത്. ഇനി മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവെക്കരുത്. കോട്ടയം എല്ലാ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ കോട്ടയം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, മറ്റ് സംസ്ഥാനങ്ങൾ. ഓക്കെ, അപ്പൊ ആൻസർ കോട്ടയമാണ്. കാര്യം കോട്ടയം മറ്റ് ജില്ലകളുമായിട്ടാണ് അതിർത്തി പങ്കുവയ്ക്കുന്നത്. കോട്ടയം അതിർത്തി പങ്കുവയ്ക്കുന്നത് മറ്റ് ജില്ലകളുമായിട്ടാണ്. ഒരു സംസ്ഥാനവുമായിട്ടും, തമിഴ്നാടോ കർണാടകയോ അങ്ങനെ ഒരു സംസ്ഥാനവുമായിട്ടും ഇത് അതിർത്തി പങ്കുവയ്ക്കുന്നില്ല. വയനാട് കർണാടകയായിട്ടൊക്കെ അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. പാലക്കാട് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ക്ലിയർ ആണ്? കോട്ടയത്തിന് 4 ചുറ്റും കരബന്ധിത ജില്ല എന്ന് പറയാം. 4 ചുറ്റും മറ്റ് ജില്ലകളാണ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? സ്കൂൾ ബുക്കിലെ ചോദ്യമാണ്, നമ്മൾ സ്ഥിരമായി പറയാറുള്ളതാണ്. ജോൺ ജോസഫ് മർഫി ആണ്. ജോൺ ജോസഫ് മർഫി ആണ്. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ, കൊല്ലം ജില്ലയിലാണ്. ഇംഗ്ലീഷ് അക്ഷരമാലിലെ F ആകൃതിയാണ് ശാസ്താംകോട്ട കായലിന്. കായലുകളുടെ രാജ്ഞി എന്ന് ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ടക്കായൽ, കൊല്ലം ജില്ലയിലാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, ഇപ്പൊ കോട്ടപ്പുറം വരെയാണോ? അല്ല, കോഴിക്കോട് വരെ ഇത് നീട്ടിയിട്ടുണ്ട്. ഈ ദേശീയ ജലപാത കേരളത്തിലാണ്. NW3 ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് നമ്മൾ വിളിക്കുന്നു. വെസ്റ്റ് കോസ്റ്റ് കനാല് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണ്? ഇപ്പൊ കോഴിക്കോട് വരെ നീട്ടി കേട്ടോ. പണ്ട് കോട്ടപ്പുറം വരെ ഉണ്ടായിരുന്നു. സ്ഥിരം ചോദ്യമാണ് NW1. ഇത് ഗംഗാ നദിയിലാണ്, അല്ലെ? ഇനി NW2 സ്ഥിരം ചോദ്യമാണ്, ബ്രഹ്മപുത്ര നദിയിലാണ്. അടുത്തത്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? ഇന്ത്യയിലെ ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി നോർത്ത് രേഖയാണ് കടന്നു പോകുന്നത്. 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. സിംഹവാലൻ കുരങ്ങ്, ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് എന്നാണ്. എന്തുകൊണ്ടാണിത് പാലക്കാട് സൈലന്റ് വാലിയിൽ ധാരാളമായിട്ടുള്ളത്? നമ്മുടെ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ്. കേരളത്തിലെ 1ാം സ്ഥാനം ഇരവികുളത്തിനാണ്. ഇത് വെടിച്ചക്കയുള്ളത് കൊണ്ടാണ്. അതിരപ്പള്ളി അതിരപ്പള്ളി ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? അതിരപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏത് ജലാശയത്തിലാണ്? നമ്മളുടെ ഉത്തരം ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ 2ാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ശബരിഗിരിയാണ്. കേരളത്തിലെ 2ാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി.
ആദ്യ ജലവൈദ്യുത പദ്ധതി ഏറ്റവും വലുത് 780 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ളത് ഇടുക്കിക്കാണ്. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത്? ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവെക്കുന്നത് ബംഗ്ലാദേശാണ്. ഇന്ത്യ 7 രാജ്യങ്ങളുമായി കര അതിർത്തിയും 2 രാജ്യങ്ങളുമായി കടലതിർത്തിയും പങ്കുവെക്കുന്നു. 9 അയൽ രാജ്യങ്ങൾ. ഇതില് മാലിദ്വീപും ശ്രീലങ്കയുമാണ് കടൽ അതിർത്തി പങ്കുവെക്കുന്നത്. ഇനി അതിർത്തി പങ്കുവെക്കുന്ന കര അതിർത്തി പങ്കുവെക്കുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഏറ്റവും കുറച്ച് മാത്രം അതിർത്തി പങ്കുവെക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. അടുത്ത ചോദ്യം, ഉത്തരമഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഉത്തരമഹാസമുദ്രത്തിലും എക്കൽ മണ്ണാണ്. കറുത്ത മണ്ണിന്റെ മറ്റൊരു പേരാണ് കരിമണ്ണ്, റിഗർ മണ്ണ്. ഇത് കൂടുതലായി കാണപ്പെടുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ പാലക്കാട് ജില്ലയിലാണ്. ഇത് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്നത് കരിമണ്ണാണ്. ഇനി ഉത്തരമഹാസമതലം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിളിക്കുന്നു. ഇനി ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്ന് അറിയപ്പെടുന്നു. നമ്മള് കൃഷി രാഷ്ട്രമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള ഒരു സ്ഥലമാണ് ഉത്തരമഹാസമതലം. ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നും ഇതിനെ വിളിക്കുന്നു. ഇന്ത്യയുടെ ഹിമാലയൻ നദികളാണ് ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു. ഇതുണ്ടാക്കുന്ന സമതലം എന്ന അർത്ഥത്തിൽ ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നും ഉത്തരമഹാസമതലത്തെ വിളിക്കുന്നു. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടം ഉയരം കൂടിയ കൊടുമുടി 2695 മീറ്റർ ഉയരമുള്ള ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടിയാണ്. ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൂടിയാണ് ആനമുടി. 2ാം സ്ഥാനം മീശപ്പുലിമലയ്ക്കാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? അപ്പോ ഇന്ത്യ ശ്രീലങ്ക ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്കാണ് ചോദ്യം. ആൻസർ പാക് കടലിടുക്കാണ്. ഇനി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് ഡ്യൂറന്റ് രേഖയാണ്. ഡ്യൂറന്റ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിലോ റെഡ് ക്ലിഫ് ലൈനാണ്. അടുത്ത ചോദ്യം, ഹിമാലയൻ നദി അല്ലാത്തത് ഏത്? ഏതൊക്കെയാണ് ഹിമാലയൻ നദികള്? മെയിൻ ആയിട്ടുള്ള ഹിമാലയൻ നദിയാണ് ഗംഗ, ബ്രഹ്മപുത്ര, പിന്നെ സിന്ധു നദി. ഈ നദികളും ഇതിന്റെ പോഷക നദികളെ നമുക്ക് ഹിമാലയൻ നദികൾ എന്ന് വിളിക്കാം. ഇതിനകത്ത് രവി, ബിയാസ്, സത്ലജ്, ചിനാബ് ഇതൊക്കെ സിന്ധു നദിയുടെ പോഷക നദികളാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. അലകനന്ദയും ഗംഗയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ടീസ്റ്റ, ലോഹിത് തുടങ്ങിയവ. അപ്പൊ ഇവിടെ കിടക്കുന്ന കൃഷ്ണ നദി എന്ന് പറയുന്നത് ഉപദ്വീപീയ നദിയാണ്. ഹിമാലയൻ നദിയാണോ? അല്ല. കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി, ഇനിയോ മഹാനദി, ഗോദാവരി, ഈ ആറ് നദികള് ഉപദ്വീപീയ നദിയാണ്. ഇതിൽ ഏറ്റവും വലിയ നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഗോദാവരിയാണ് നീളം കൂടിയ നദി. നർമ്മദ നദിയുടെ നീളവും ചോദിച്ചിട്ടുണ്ട്. 13-12 കിലോമീറ്റർ ആണ് നർമ്മദ നദിയുടെ നീളം. ഇനി കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം. ആൻസർ വളപട്ടണം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമട കായൽ അല്ലെ? ഈ പുന്നമട കായൽ എന്ന് പറയുന്നത് കുട്ടനാട് കായൽ തന്നെയാണ്. നമ്മുടെ വേമ്പനാട് കായലിലെ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, ഈ കായലിനെ കുട്ടനാട്ടിൽ വിളിക്കുന്ന പേരാണ് പുന്നമട കായൽ. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരു വിശേഷണമുണ്ട്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളിയെ വിളിക്കുന്നത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ 2ാം സ്ഥാനമുള്ള കായലാണ് അഷ്ടമുടി കായൽ. ഈ അഷ്ടമുടി കായലിൽ നടക്കുന്ന വള്ളംകളിയുടെ പേരാണ് പ്രസിഡന്റ് ട്രോഫി വള്ളംകളി. അപ്പൊ പുന്നമട കായലിൽ നടക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഇനി ആറന്മുള വള്ളംകളിയുണ്ട്. ആറന്മുള വള്ളംകളി മറ്റൊരു പേര് ഉത്രട്ടാതി വള്ളംകളിയാണ്. ഇതിന്റെ വിശേഷണം ജലത്തിലെ
പൂരം ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളി അല്ലെങ്കിൽ ഉത്രട്ടാതി വള്ളംകളിയാണ്. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗം ഏതാണ്? ആൻസർ കോളറയാണ്. ചിക്കൻ പോക്സ് വൈറസ് രോഗമാണ്. മലേറിയ പ്രോട്ടോസോവയാണ്. ജലദോഷം വൈറസ് ആണ്. ജലത്തിലൂടെ പകരുന്നത് കോളറയാണ്. ടൈഫോയിഡ്, കോളറയൊക്കെ ജലത്തിലൂടെ പകരുന്നു. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്നത് ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? അപ്പോ പല്ലിലെ ജീവനുള്ള ഭാഗമാണ് ഇനാമൽ. ഡെന്റൈൻ ആണ് ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗം. ലാക്റ്റിക് ആസിഡ് പാലിലുണ്ട്. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്നു. നമുക്ക് എത്ര തരം പല്ലുകളുണ്ട്? 4 തരം പല്ലുകൾ. ഏതൊക്കെയാണ്? ഉളിപ്പല്ലുണ്ട്, അഗ്രചർവണകം, ചർവണകം, പിന്നെ കോമ്പല്ല്. ഈ കോമ്പല്ല് സസ്യാഹാരികളിൽ കാണപ്പെടില്ല. ഉളിപ്പല്ല്, അഗ്രചർവണകം, ചർവണകം, കോമ്പല്ല്. കുട്ടികളിൽ 20 പല്ലുകളും മുതിർന്നവരിൽ 32 പല്ലുകളുമാണ് ഉള്ളത്. ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ക്യാൻസർ ആണ് സാംക്രമിക രോഗം അല്ലാത്തത്. ടൈഫോയിഡ്, മന്ത്, എയ്ഡ്സ് ഇതൊക്കെ എന്താണ്? സാംക്രമിക രോഗമാണ്, പകരാൻ സാധ്യതയുള്ളതാണ്. ECGയുടെ പൂർണ്ണ രൂപം എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ്. ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ECG എടുക്കുന്നത്. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. ആഹാരം ആദ്യം സ്വീകരിക്കണം, ദഹനം നടക്കണം, ആഗിരണം നടക്കണം, സ്വാംശീകരണം നടക്കണം. അപ്പൊ ആഹാരം ആദ്യം സ്വീകരിക്കണം, ദഹനം നടക്കണം, ആഗിരണം നടക്കണം, സ്വാംശീകരണം നടക്കണം. കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. അപ്പോ പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയാണ്, ശരിയാണ്. ഇനി പാൻക്രിയാസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ്, ശരിയാണ്. അന്നപഥത്തിന്റെ ഭാഗമാണോ? അല്ല, ഇതൊരു അന്തസ്രാവി ഗ്രന്ഥിയാണ്, ദഹനഗ്രന്ഥിയാണ്, അന്തസ്രാവി ഗ്രന്ഥിയാണ്. മധുരഗ്രന്ഥി എന്ന് വിളിക്കുന്നു പാൻക്രിയാസിനെ. ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത് ഏത് ചെടിയുടെ കറയിൽ നിന്നാണ്? ആൻസർ പോപ്പി ചെടി. ആൻസർ പോപ്പി ചെടി. ഒപ്പിയം ഒരു മയക്കുമരുന്നാണ് അല്ലെ. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? പുകവലി. ആൻസർ എംഫിസീമ. ശ്വാസകോശ സംബന്ധമായ രോഗമാണ് ഉണ്ടാക്കുന്നത്. കരളിനെ ബാധിക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ്. ക്ഷയം ശ്വാസകോശത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ക്ഷയരോഗവും. ന്യൂമോണിയയ്ക്കും ശ്വാസകോശവുമായി ബന്ധമുണ്ട്. ഇനി ശരിയായ ജോഡിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജീവകം എ, ഇത് നിശാന്തത, സിറോഫ്താൽമിയ ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. വൈറ്റമിൻ ബി ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നു. സി സ്കർവി എന്ന രോഗത്തിലേക്ക് നയിക്കുന്നു. ഡി റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. അപ്പോ നമ്മളുടെ ആൻസർ വരുന്നത് ഏതാണ്? ശരിയായ ജോഡി. ഇതൊക്കെ റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഇത് നമ്മുടെ 2023 സെയിം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓപ്ഷൻ സി ആണ്. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ആൻസർ ശ്വേതരക്താണുക്കൾ. രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. റെഡ് ബ്ലഡ് സെൽസ് ആണ് RBC. ഇനി അരുണരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്, ശ്വേതരക്താണുക്കൾ ഈ 3 രക്തത്തിലെ കോശങ്ങൾ. 12,000 കിലോ അൺലാഡർ വെയിറ്റ് ഉള്ള റോഡ് റോളർ ഏത് വിഭാഗം വാഹനത്തിൽ വരും? നമുക്ക് വേണ്ടാലോ. 50 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇതൊക്കെ എന്താണ്? ഇതൊരു ഡ്രൈവറിന്റെ എക്സാം ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെയാണ്. അപ്പൊ നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് നോക്കിപ്പോകാം. വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. ഇനി ഇത് നമുക്കൊന്ന് നോക്കാം. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റത്തിനുള്ള പിഴ എന്താണ്? നമ്മുടെ ആൻസർ 10,000 രൂപയാണ്.
കേരളത്തിലെ റോഡുകളിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയാണ്? ആൻസർ 60 km/മണിക്കൂറാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. 50 ചോദ്യങ്ങളെ നമുക്ക് വേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം ഡ്രൈവർ തസ്തികയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.